ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കേരള തമിഴ്നാട് ബോർഡറിൽ മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പച്ച പുതച്ച പർവ്വതങ്ങളാലും പ്രകൃതി ഭംഗിയാലും മനോഹരമായിട്ടുള്ള കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരും ചന്ദനക്കാടുകളുടെയും ശർക്കരയുടെയും നാടായ മറയൂരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രിപ്പിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ 35 പേരായിട്ട് ബസ്സിൽ പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് പോയിട്ടുണ്ടായത്. പോകുന്ന വഴിക്ക് മലമ്പുഴ ഡാമിലാണ് ആദ്യം കയറിയത്. മുതിർന്നവർക്ക് ഇവിടെ 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി ചാർജ് വരുന്നത്. രാവിലെ 8 മണി മുതൽ 7:30 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. അകത്തേക്ക് കയറിയാൽ നല്ലൊരു ഗാർഡനും കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കുമുണ്ട്. കേരളത്തിലെ മനോഹരമായ ഉദ്യാനങ്ങളിൽ ഒന്നാണ് ഈ മലമ്പുഴ ഗാർഡൻ. റോപ്പ് വേ, ബോട്ടിംഗ്, എക്കോറിയം, സ്നേക്ക് പാർക്ക്, ഹാങ്ങിങ് ബ്രിഡ്ജ്, റോക്ക് ഗാർഡൻ, ത്രെഡ് ഗാർഡൻ എന്നിവയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. ഓരോന്നിനും പ്രത്യേകം ചാർജും വരുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാടിന്റെ വ്യൂസ് ഒക്കെ കണ്ട് ചിന്നാർ ഫോറസ്റ്റിലൂടെ മറയൂർ വഴിയാണ് കാന്തല്ലൂരിലേക്ക് ഞങ്ങൾ പോകുന്നത്. റോഡൊക്കെ ഇടുങ്ങിയതാണെങ്കിലും നല്ല റോഡായിരുന്നു. കാടും ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. കീഴാന്തൂരിനടുത്ത് വിന്റർ ഗ്രീൻ കോട്ടേജിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോട്ടേജാണിത്. ഇതിനടുത്ത് തന്നെ കുളിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു വാട്ടർഫാൾസും വരുന്നുണ്ട്. രാത്രി ആയപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജീപ്പ് വിളിച്ചിട്ടാണ് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത്. കാന്തല്ലൂർ, മറയൂർ പ്രധാന സ്പോട്ടുകളെല്ലാം കാണാൻ പറ്റിയ 6 മണിക്കൂറോളം വരുന്ന ജീപ്പ് സഫാരിക്ക് 4000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഒരു ജീപ്പിൽ മാക്സിമം 8 പേർക്ക് വരെ കയറാൻ പറ്റും. രാവിലെ 10 മണിക്ക് ജീപ്പ് കോട്ടേജിലേക്ക് വന്നിട്ട് ആദ്യം ഞങ്ങൾ പോയത് ഹണി റോക്കിനടുത്തേക്കാണ്. റോഡിൽ നിന്ന് തന്നെ നിറയെ തേനീച്ചക്കൂടുള്ള വലിയൊരു പാറയുടെ വ്യൂ കാണാൻ പറ്റും. ഇതിനടുത്ത് തന്നെയാണ് സ്ട്രോബെറി ഫാമും വരുന്നത്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇവിടുന്ന് വാങ്ങാനും പറ്റും. സൺഫ്ലവർ, സ്ട്രോബെറി, ക്യാബേജ് കൃഷി ചെയ്തതൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇതിനടുത്തായിട്ടാണ് ആപ്പിൾ തോട്ടം വരുന്നത്. അവിടെ 20 രൂപ എൻട്രി ഫീ വരുന്നുണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ആപ്പിൾ അധികം ഇല്ലാത്തതിനാൽ ഞങ്ങൾ അവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ വിളയുന്ന ഏക പ്രദേശമാണ് കാന്തല്ലൂർ. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ആപ്പിൾ പൂക്കുന്നത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ആപ്പിൾ വിളവെടുക്കുന്നത് കാണാൻ ഒരുപാട് പേര് ഇവിടേക്ക് എത്താറുണ്ട്. കാന്തല്ലൂരിന്റെ പല ഭാഗത്തായിട്ട് ഫ്രൂട്ട് ഫാമുകളുണ്ട്. പീച്ച്, ഓറഞ്ച്, പ്ലം ഫ്രൂട്ടുകളും കാന്തല്ലൂരിൽ വളരുന്നുണ്ട്. ഹണി റോക്കിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു അഡ്വഞ്ചർ പാർക്കും വരുന്നുണ്ട്. സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ് തുടങ്ങി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെയുണ്ട്. സ്ട്രോബെറി ഫാമിൽ നിന്നും പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായത് ഭ്രമരം സിനിമയുടെ ഫേമസ് ആയ ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. ഓഫ് റോഡ് ജീപ്പ് മാത്രമേ ഇവിടേക്ക് വരെയുള്ളൂ. മറ്റു വാഹനങ്ങളിൽ വരുന്നവർ ഇവിടേക്ക് നടന്നു പോകേണ്ടി വരും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ജീപ്പിൽ ട്രിപ്പിൽ വരുന്നവർക്ക് ചാർജ് ഒന്നും വരുന്നില്ല. ഒരു ജീപ്പിന് 50 രൂപ മാത്രം കൊടുത്താൽ മതിയാവും. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഭ്രമരം പോയിന്റ്. ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഞങ്ങൾ മെയ് മാസം പോയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഡിസംബർ, ഫെബ്രുവരി വരെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഏറുമാടവും ട്രീ ഹൗസുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. വാച്ച് ടവറിന് മുകളിൽ കയറുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
പുല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്ന് വ്യൂ പോയിന്റിലെത്തിയാൽ ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും 360 ഡിഗ്രി കാഴ്ചകൾ കാണാൻ പറ്റും. വ്യൂ പോയിന്റിൽ നിന്ന് ഇടുക്കിയുടെ വിദൂര ദൃശ്യങ്ങളും മലനിരകളും കാന്തല്ലൂരിലെ കൃഷിയിടങ്ങളും കാണാം. കീഴാന്തൂർ ബ്രിഡ്ജിനടുത്തുള്ള അരുംപുലി വെള്ളച്ചാട്ടത്തിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായത്. റോഡ് സൈഡിൽ നിന്ന് കുറച്ച് നടന്നാൽ വെള്ളച്ചാട്ടത്തിന് മുകളിൽ എത്താൻ പറ്റും. പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. പച്ച പുതച്ച താഴ്വരകളുടെയും കൃഷിയിടങ്ങളുടെയും ദൂരക്കാഴ്ചകൾ മുകളിൽ നിന്നും കാണാം. വെള്ളം കുറവായതിനാൽ ഇവിടെ കുളിക്കാനും പറ്റും. മീറ്റർ താഴേക്ക് ഇറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ എത്താൻ പറ്റും. പ്രായമായവർക്കൊക്കെ താഴേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മഴക്കാലത്ത് ഇവിടെ കുളിക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. കാന്തല്ലൂർ മറയൂർ റൂട്ടിലുള്ള മറയൂർ ശർക്കര ഉൽപാദന കേന്ദ്രത്തിലേക്കാണ് അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായത്. ഇതുപോലെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ മറയൂരിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇവിടെ നിന്ന് ശർക്കര ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. 1000 ലിറ്റർ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലാണ് ശർക്കര തയ്യാറാക്കുന്നത്. ഭൗമസൂചിക പദവി ലഭിക്കുന്ന കേരളത്തിലെ ഒരു കാർഷിക ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങളിൽ പരമ്പരാഗത രീതിയിലാണ് ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വർഷം മുഴുവൻ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. രുചിയും ഔഷധ ഗുണമേന്മയും ഉള്ളതാണ് മറയൂർ ശർക്കര. ഇവിടെ നിന്ന് ശർക്കര വാങ്ങാനും പറ്റും. കാന്തല്ലൂരിലുള്ള വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നീട് പോയത് മറയൂരിലേക്കാണ്. പോകുന്ന വഴിയാണ് ആനക്കോട്ടപ്പാറ പാർക്കുള്ളത്. വലിയൊരു പാറയുടെ മുകളിൽ നിന്ന് താഴ്വാര കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഉച്ചക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കയറിയിട്ടില്ല. ചെറിയൊരു ചുരം ഇറങ്ങിയിട്ട് വേണം മറയൂരിലേക്ക് എത്താൻ. ചുരത്തിൽ നിന്ന് മറയൂരിന്റെ ദൂരെ കാഴ്ചകളും മലനിരകളൊക്കെ കാണാൻ പറ്റും. കാന്തല്ലൂരിൽ നിന്നും 13 കിലോമീറ്റർ മാറിയിട്ടാണ് മറയൂരിൽ സ്ഥിതി ചെയ്യുന്നത്. മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റിലേക്കാണ് അടുത്തതായിട്ട് പോയത്. പ്രകൃതിദത്തമായ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലമാണ് മറയൂർ. റോഡിൽ നിന്ന് ചന്ദനക്കാടുകളുടെ കാഴ്ചകളൊക്കെ കാണാം. ഫോറസ്റ്റിനകത്തേക്ക് കയറാൻ കഴിയില്ല. ഞങ്ങൾ പോയപ്പോൾ അവിടെ മാൻകൂട്ടങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചന്ദനക്കാടിലൂടെ യാത്ര ചെയ്ത് മുരുകൻ മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു ഓഫ് റോഡ് ജീപ്പ് റൈഡിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. പാറക്ക് മുകളിലൂടെയുള്ള ജീപ്പ് റൈഡ് നമുക്ക് നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ട്രിപ്പിൽ തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ മുരുകൻ മല.
പശ്ചിമഘട്ട മലനിരകളെ ചുറ്റും കാണുവാൻ കഴിയുന്ന അപൂർവം ചില പ്രദേശങ്ങളിൽ ഒന്നാണിത്. ഇവിടെ നിന്നുള്ള 360 ഡിഗ്രി വ്യൂ അതിമനോഹരമാണ്. മുനിയറകളും ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ദൂരക്കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുതിരസവാരിക്കുള്ള സൗകര്യവുമുണ്ട്. പ്രാചീന ശിലായുഗ ശേഷിപ്പുകളായ നിരവധി മുനിയറകൾ ഇവിടെ കാണാം. ഇവിടെ സംരക്ഷിക്കാനോ പ്രദേശം നിരീക്ഷിക്കാനോ ആളുകളൊന്നുമില്ല. ചില മുനിയറകൾ വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. മുനികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളായാണ് പഴമക്കാർ മുനിയറകളെ കണ്ടിരുന്നത്. പ്രാചീന ഗോത്ര പ്രമുഖരുടെ ശവകുടീരമായിരുന്നുവെന്നും പറയുന്നുണ്ട്. മറയൂരിൽ മാത്രം 1000-ലേറെ മുനിയറകൾ ഉണ്ടെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ കണക്ക് പറയുന്നത്. ഇതിൽ പകുതിയിലേറെ നശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുരുകൻപാറയിൽ നിന്നും ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയപ്പോൾ വെള്ളം നന്നേ കുറവായിരുന്നു. മഴക്കാലത്ത് 300 അടിയോളം താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു വ്യൂ തന്നെയാണ്. റോഡിൽ നിന്ന് തന്നെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇരച്ചിൽപ്പാറയും ചുറ്റുമുള്ള കാടും അടിപൊളി തന്നെയാണ്. ഇതിനു താഴെ ഫോറസ്റ്റ് ഏരിയയിലായിട്ടാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം വരുന്നത്. ഇവിടേക്ക് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല. ഇതോടുകൂടെ ഈ ട്രിപ്പ് അവസാനിച്ചിട്ട് നമ്മൾ 4 മണിയോടെ നമ്മുടെ കോട്ടേജിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ പോയത് മെയ് മാസം ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് തണുപ്പ് നന്നേ കുറവായിരുന്നു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങളിലെല്ലാം വെള്ളവും കുറവായിരുന്നു. ഡിസംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിലേക്ക് ഇവിടെ പോയാൽ നല്ല കോടമഞ്ഞും വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. തിരിച്ചു പോകുമ്പോൾ നമ്മൾ മൂന്നാർ വഴിയാണ് പോയിട്ടുണ്ടായത്. മറയൂർ മൂന്നാർ റൂട്ടിലൂടെയുള്ള യാത്ര വളരെയധികം അടിപൊളിയാണ്. തേയിലത്തോട്ടങ്ങളുടെയും മലനിരകളുടെയും ഒക്കെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവട എന്നിവിടങ്ങളിൽ വരുന്ന റിസോർട്ടുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.